അല്ലെങ്കിലും നമ്മൾ മാസങ്ങളോളം പോകണമെന്ന് വിചാരിച്ചിരുന്ന ട്രിപ്പിനേക്കാളും അപ്പം തീരുമാനിച്ച് അപ്പം പോകുന്ന ട്രിപ്പിന് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സുഖവും വേറൊരു ട്രിപ്പിനും കിട്ടത്തില്ലല്ലേ. സോ ബൈ ദ വൈ ഇതും അങ്ങനെ ഒരു ട്രിപ്പാണ്. ഞങ്ങൾ നൈറ്റ് 12 മണിക്കാണ് തീരുമാനിക്കുന്നത് നാളെ നമുക്ക് ട്രിപ്പ് പോകാമെന്ന്. അത് വേറെ എങ്ങോട്ടും അല്ല, ഞാൻ കുറേ നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ച ഇഷ കോയമ്പത്തൂരിലേക്കാണ്. ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള പ്ലേസാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഫ്രം ചാലക്കുടി. കസിൻസ് ഗ്യാങ്ങിൻ്റെ ഒപ്പം ട്രിപ്പ് പോകാമെന്ന് പറയുന്നത് വേറൊരു വൈബാണല്ലേ. ഈ ഒരു ട്രിപ്പിൽ ഇനിയും കുറച്ച് പേര് മിസ്സിങ് ഉണ്ട്. അവരൊക്കെ അൺഫോർച്ചുനേറ്റ്ലി പുറത്തുള്ളവരും പിന്നെ ദൂരെ ആയതുകൊണ്ട് അവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇത് നമ്മുടെ സ്വന്തം ഉണ്ണിക്കണ്ണൻ. നമ്മൾ ഈ കോയമ്പത്തൂർ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ച കാണാനുണ്ട് കേട്ടോ. കുറേ മലനിരകളും അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറെയാണല്ലോ. വളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞത് തൊട്ട് ഞാൻ തമിഴ് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. തമിഴ് സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ കസിൻസിനൊക്കെ എന്നെ എങ്ങനെയെങ്കിലും കാറിൽ നിന്ന് തള്ളണം എന്നൊരു ഇതിലായിരുന്നു. ആക്ച്വലി എനിക്ക് തമിഴ് പറയാനും അറിയില്ല, കേട്ടാലോ അത്ര അറിയില്ല. അതാണ് അതിൻ്റെ വേറൊരു സത്യം. ഞങ്ങൾ 6:30 ആയപ്പോൾ അവിടെ എത്തി. ഞങ്ങളുടെ കറക്റ്റ് ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് കേട്ടോ അവിടെ എത്തിയത്. ദെൻ അവിടെ കണ്ട കാഴ്ച അത് വേറെയായിരുന്നു കേട്ടോ. ശിവനെയും ശക്തിയെയും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരിടം. ഒരു തവണ പോയാൽ നമ്മുടെ ഇടമെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലം. അതെ, 112 അടി ഉയരത്തിൽ നിൽക്കുന്ന, ഒരു തവണ നോക്കിയാൽ ഒരിക്കൽ പോലും മനസ്സിൽ നിന്നും പോകാത്ത മഹാദേവനെ ഞാൻ കണ്ടു. അവിടെ ശക്തി സ്വരൂപിയായി ലിംഗഭൈരവി, ശിവനായി ധ്യാനലിംഗവും ഒരുമിച്ച് കുടികൊള്ളുന്നു. ഞങ്ങൾ ആദ്യം തന്നെ പോയത് ആശ്രമത്തിലേക്കായിരുന്നു. ആശ്രമത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രം ഞാനത് ഫിലിം ചെയ്തിട്ടില്ല. ബട്ട് അവിടെ പോയാണ്ടല്ലോ നമുക്ക് ഏത് കോണിൽ നിന്ന് നോക്കിയാലും സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്ത് വേണമല്ലേ. ഇത് യൂണിവേഴ്സിലേക്ക് പോയ ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പുരുഷന്മാർക്ക് കുളിക്കാൻ സൂര്യകുണ്ഡവും സ്ത്രീകൾക്ക് കുളിക്കാൻ ചന്ദ്രകുണ്ഡവും ഉണ്ടായിരുന്നു. 7:20 ലൈറ്റ് ഷോ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ആശ്രമം കണ്ടു കഴിഞ്ഞ് 7:10 തന്നെ തിരിച്ചെത്തി. ദെൻ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മൾ ലൈഫിൽ വൺസ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എൻ്റെ ഭഗവാനെ ഇങ്ങനെ കാണാമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇതിൽ പരം എന്ത് വേണം നമുക്ക് അല്ലേ. നല്ല രസമുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ലൈറ്റ് ഷോ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും ഭഗവാനെ അടുത്ത് പോയി കണ്ടു, കുറേ പ്രാർത്ഥിച്ചു, നല്ല സമാധാനവും കിട്ടി. ഒരു മെഡിറ്റേഷനൊക്കെ വേണം, കുറച്ച് സമാധാനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ദേ ഇങ്ങോട്ട് പോരേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഒരു 9:30 ആയപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു. അവിടെ കുറേ തമിഴിലെ ആൾക്കാർ ടൂറിസ്റ്റ് വണ്ടിയിലൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, വൈബ് ഉണ്ടായിരുന്നു. ഒട്ടും കുറയ്ക്കാതെ തന്നെ നമ്മുടെ കേരളത്തിലെ ആൾക്കാരും അവിടെ ഫുൾ വൈബിങ് തന്നെയായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തിയത് വെളുപ്പിന് 2 മണിക്കാണ്. നല്ല ടയേർഡാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഇത് മനസ്സിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു യാത്രയായിട്ട് മാറും ഇത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.